ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടുത്ത ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് മെത്തേഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും എക്സാമിന് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഫിഗർ വരച്ച് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഈ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇവാപ്പറേറ്റീവ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് മെത്തേഡാണ്. ഇവാപ്പറേറ്റീവ് മൗൾഡ് ഇത് സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ പാറ്റേൺ എന്ന സംഭവം മൗൾഡിൽ നിന്ന് റിമൂവ് ചെയ്യത്തില്ല. മൗൾഡിൽ നിന്ന് റിമൂവ് ചെയ്യാതെ തന്നെ മോൾട്ടൺ മെറ്റൽ ഈ പാറ്റേണിൻ്റെ ഉള്ളിലോട്ട്, അതായത് മൗൾഡിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുമ്പം ഈ പാറ്റേണിൽ ടച്ച് ചെയ്യുന്ന അതിനനുസരിച്ച് ഈ പാറ്റേൺ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് അതിനെ ഇവാപ്പറേറ്റീവ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാറ്റേൺ എന്ന് പറയുന്ന സംഭവം മൗൾഡിൽ നിന്ന് റിമൂവ് ചെയ്യത്തില്ല. പാറ്റേൺ അടക്കം തന്നെ പാറ്റേൺ അതിൻ്റെ അകത്ത് ഇരിക്കെ തന്നെ ആ മൗൾഡിലോട്ട് മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഈ ഹൈ ടെമ്പറേച്ചറുള്ള മോൾട്ടൺ മെറ്റൽ പാറ്റേണുമായിട്ട് കോൺടാക്റ്റിൽ വരുമ്പം ആ പാറ്റേണിൽ ഓരോ ഭാഗമായിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് ഈ മോൾട്ടൺ മെറ്റൽ താഴോട്ടിറങ്ങി ആ മൗൾഡ് ക്യാവിറ്റി ഫില്ല് ചെയ്യും. അപ്പം അതുകൊണ്ട് അങ്ങനെ പാറ്റേൺ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് അതിനെ ഇവാപ്പറേറ്റീവ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ പാറ്റേണിനെ മൗൾഡിൽ നിന്ന് റിമൂവ് ചെയ്യത്തില്ല. നമ്മൾ സാധാരണ സാൻഡ് കാസ്റ്റിങ്ങിലൊക്കെ ആണെങ്കിൽ പാറ്റേണിനെ മൗൾഡിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് ഈ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കത്തുള്ളൂ ആ മൗൾഡ് ക്യാവിറ്റിയിലോട്ട്. പക്ഷേ ഇവിടെ നമ്മൾ പാറ്റേണിനെ റിമൂവ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പിലുള്ള പാറ്റേൺ ഉപയോഗിച്ച് നമുക്ക് കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനൊക്കും. ഈ പാറ്റേൺ റിമൂവ് ചെയ്യുക എന്നൊരു പ്രോസസ്സ് ഇവിടെ ഉദിക്കുന്നില്ല. അതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഷേപ്പിലുള്ള പാറ്റേൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ കാസ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതായത് വളരെ കോംപ്ലക്സ് ഷേപ്പിലുള്ള പ്രോഡക്ട്സിൻ്റെ കാസ്റ്റിംഗ് തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം പാറ്റേൺ റിമൂവ് ചെയ്യേണ്ട. അപ്പോൾ അത്രത്തോളം ഫ്രീഡം നമുക്ക് പാറ്റേൺ മേക്കിങ്ങിലുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷേപ്പിലുള്ള പാറ്റേൺ വരെ നമുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് അത് വെച്ച് കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാം. പാറ്റേൺ റിമൂവ് ചെയ്യണം എന്ന രീതിയിൽ നമുക്ക് പാറ്റേൺ ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മൗൾഡിംഗ് പ്രോസസ്സാണ് ഇവാപ്പറേറ്റീവ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പാറ്റേൺ ഞാൻ പറഞ്ഞു, ഈ മോൾട്ടൺ മെറ്റൽ പാറ്റേണിൻ്റെ സർഫസുമായിട്ട് ടച്ച് ചെയ്തപ്പോൾ പാറ്റേൺ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്ന സബ്സ്റ്റൻസ്, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. ആ പാറ്റേൺ എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഈ പോളിസ്റ്റിറൈൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പോളിസ്റ്റിറൈൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു പ്ലാസ്റ്റിക് തന്നെയാണ്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മറ്റൊരു ഫോമിനാണ് പോളിസ്റ്റിറൈൻ എന്ന് പറയുന്നത്. നമ്മുടെ തെർമോകോളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, തെർമോകോള, അതിൻ്റെ ഒരു വകഭേദം, അതിൻ്റെ ഒരു ഫോം ഓഫ് എന്ന് പറയാം ഈ പോളിസ്റ്റിറൈനും. അപ്പോൾ ഈ തെർമോകോള സങ്കല്പിച്ചാലും മതി. അപ്പോൾ അത് ഈ ഹൈ ഹീറ്റ് അല്ലെങ്കിൽ മോൾട്ടൺ മെറ്റൽ എന്ന് പറയുമ്പോൾ വളരെ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും ആ മോൾട്ടൺ മെറ്റലിന്. അപ്പോൾ ഈ ഹൈ ടെമ്പറേച്ചറുള്ള സബ്സ്റ്റൻസ് ഈ പാറ്റേണിൻ്റെ സർഫസായിട്ട് ടച്ച് ചെയ്ത് വരുമ്പോഴേക്കും ആ പോർഷൻ അങ്ങ് ഇവാപ്പറേറ്റ് ചെയ്തങ്ങ് പോകും. അപ്പോൾ മോൾട്ടൺ മെറ്റൽ ഇറങ്ങുന്ന അനുസരിച്ച്, ഈ മൗൾഡിൻ്റെ അകത്തോട്ട് ഇറങ്ങുന്ന അനുസരിച്ച് ആ പാറ്റേണിലുള്ള ആ സർഫസ് ഇവാപ്പറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവാപ്പറേറ്റ് ചെയ്ത് ഒന്നീ ആ ഓപ്പണിങ്ങിൽ കൂടെ തന്നെ ആ ഗ്യാസ് ഇവാപ്പറേറ്റ് ചെയ്ത് ആ ഗ്യാസ് പുറത്തോട്ട് പോകും. അതല്ല എങ്കിൽ ഈ സാൻഡിൻ്റെ ഇടയിൽ കൂടെ തന്നെ ആ ഗ്യാസസ് അങ്ങ് പുറത്തോട്ട് പോയിക്കോളും. അപ്പോൾ അങ്ങനെ മോൾട്ടൺ മെറ്റൽ ഇറങ്ങി ഈ മൗൾഡ് ഫില്ലായി ആയിരിക്കും ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവാപ്പറേറ്റീവ് മൗൾഡിംഗ് പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണാം, ഈ പാറ്റേൺ എന്ന് പറയുന്നത് സിംഗിൾ യൂസ് പാറ്റേൺ ആണ്. അതായത് ഒരു തവണ യൂസ് ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം പാറ്റേൺ ഡിസ്ട്രോയ് ചെയ്യുകയാണ്, നമ്മൾ പാറ്റേണിനെ ഇവാപ്പറേറ്റ് ചെയ്ത് കളയുകയാണ്. അപ്പോൾ പാറ്റേൺ എന്നുള്ളത് സിംഗിൾ യൂസ് പാറ്റേൺ ആയിരിക്കും. ഓരോ തവണയും കാസ്റ്റിംഗ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഓരോ തവണയും ഈ പാറ്റേൺ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു എക്സ്ട്രാ പ്രോസസ്സും കൂടെ ഈ ഒരു കാസ്റ്റിംഗ് മെത്തേഡിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പാറ്റേൺ എന്ന് പറയുന്നത് സിംഗിൾ യൂസ് ആണ്. ഓരോ തവണയും പാറ്റേൺ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം 10 കാസ്റ്റിംഗ് ഉണ്ടാക്കണമെങ്കിൽ 10 പാറ്റേൺ ഉണ്ടാക്കേണ്ടി വരും. ഒരേ ഷേപ്പിലുള്ള സംഭവം, ഒരേ പ്രോഡക്റ്റ് തന്നെയാണ് 10 തവണ ഉണ്ടാക്കേണ്ടതെങ്കിലും 10 പാറ്റേൺ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഓരോ തവണയും ഓരോ പാറ്റേൺ വീതം ഉണ്ടായിക്കൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ അതിനനുസരിച്ച് കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഈ മെത്തേഡിൽ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാറ്റേൺ ഉണ്ടാക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓരോ തവണയും കാസ്റ്റിംഗ് ഉണ്ടാക്കണമെങ്കിൽ പാറ്റേൺ ഉണ്ടാക്കണം. കാരണം പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 1 ടൈം യൂസിന് മാത്രമുള്ളതാണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്. കാരണം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ പാറ്റേൺ ഉണ്ടാക്കുക എന്നതാണ് ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ പോളിസ്റ്റിറൈൻ എന്ന മെറ്റീരിയൽ കൊണ്ടാണ് ഈ പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു. ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അതായത് ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഒരു സംഭവമാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ഈ പാറ്റേണിന് തന്നെ റൈസർ കൊടുത്തിട്ടുണ്ട്, ഈ സ്പ്രൂ എന്ന് പറയുന്ന ആ ഹോൾ കൊടുത്തിട്ടുണ്ട്. ഈ സ്പ്രൂ എന്തിനാണ്? സ്പ്രൂ എന്ന് പറഞ്ഞാൽ ഈ മോൾട്ടൺ മെറ്റലിൻ്റെ വെർട്ടിക്കൽ പാസേജിനെയാണ് സ്പ്രൂ എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ പാസേജിനെ ഗേറ്റ് എന്ന് പറയും. അത് ഈ പോർഷൻ എന്ന് പറയും. അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ഹൊറിസോണ്ടൽ പാസേജിനെ ഗേറ്റ് എന്ന് പറയും, വെർട്ടിക്കൽ പാസേജിനെ സ്പ്രൂ എന്ന് പറയും. പിന്നെ പോറിംഗ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പണിങ്ങിൽ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു ഓപ്പണിങ്ങിനെ കുറച്ച് ഇങ്ങനെ വലുതാക്കിയായിരിക്കും വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ആ ഒരു പോർഷനാണ് പോറിംഗ് കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോറിംഗ് കപ്പും സ്പ്രൂവും ഗേറ്റും റൈസറും ഒക്കെ ചേർന്ന അതാണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ പാറ്റേണിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗേറ്റ് കട്ട് ചെയ്യുക, റൈസറും റണ്ണറും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന പ്രോസസ്സൊന്നും ഇതിലില്ല. കാരണം പാറ്റേണിൻ്റെ കൂടെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പാറ്റേണാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓരോ തവണയും ഇങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ ഉണ്ടാക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് ഈ പോളിസ്റ്ററിൻ മെറ്റീരിയലുള്ള പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടി പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് ഒരു ഡൈ കാണും. അലുമിനിയത്തിൽ ഉണ്ടാക്കിയ ഒരു ഡൈ ഉപയോഗിച്ചായിരിക്കും ഈ പാറ്റേൺ ഉണ്ടാക്കിയിരിക്കുന്നത്. പാറ്റേണിൻ്റെ ഈ ഒരു ഷേപ്പ് എന്താണോ അതേ ഷേപ്പിലുള്ള ക്യാവിറ്റിയുള്ള ഡൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഡൈ എന്ന് പറയുന്നത് ഒരു പെർമനൻറ്റ് ഡൈ തന്നെയാണ്. അലുമിനിയത്തിലൊക്കെ ആയിരിക്കും സാധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഈ ഡൈ ഉപയോഗിച്ച് ഈ പാറ്റേൺ ഓരോ തവണ എത്ര കാസ്റ്റിംഗ് ഉണ്ടാക്കുന്നോ അത്രയും പാറ്റേണും ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഇതേ ഷേപ്പും ഇത് സൈസും ഒക്കെയുള്ള ഇതേയുള്ള ഒരു ക്യാവിറ്റിയുള്ള ഡൈ ആണ് ഉപയോഗിക്കുന്നത്. ആ ഡൈ എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിൽ ഉണ്ടാക്കിയ ഡൈ ആയിരിക്കും. അതിനെ ആദ്യം ചൂടാക്കും. അങ്ങനെ ചൂടാക്കിയ ഡൈയിലോട്ട് നമ്മളൊരു മെറ്റീരിയലിനെ ഇട്ട് കൊടുക്കും. ഇവിടെ ഇപ്പോൾ നോക്കാം, ഡൈ മെയ്ഡ് ഓഫ് അലുമിനിയം, ഈ ക്യാവിറ്റി ഷേപ്പ് കറസ്പോണ്ടിങ് ടു ദ ഷേപ്പ് ഓഫ് ദ പാറ്റേൺ ഈസ് ടേക്കൺ ആൻഡ് ഹീറ്റഡ്. അപ്പോൾ ചൂടാക്കിയ ഡൈയിലോട്ട് ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഈ പോളിസ്റ്ററൈൻ എന്ന് പറയുന്ന ആ സംഭവത്തിന് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യും. അതായത് ഈ റോ എക്സ്പാൻഡബിൾ പോളിസ്റ്ററൈൻ ബെഡ്സ്. ഈ റോ എക്സ്പാൻഡബിൾ പോളിസ്റ്ററൈൻ ബെഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ തരികളെയാണ്, ചെറിയ ചെറിയ പീസസിനെയാണ് ഈ ബെഡ്സ് എന്ന് പറയുന്നത്. അതായത് റോ എക്സ്പാൻഡബിൾ പോളിസ്റ്ററൈൻ എന്ന് പറഞ്ഞാൽ അതായത് റോ മെറ്റീരിയൽ, ഈ റോ എക്സ്പാൻഡബിൾ പോളിസ്റ്ററൈൻ്റെ ചെറിയ ചെറിയ തരികൾ ആ ഡൈയിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഡൈ എന്ന് പറയുന്ന ആൾറെഡി നല്ല ഹീറ്റായിട്ടിരിക്കുന്ന ഡൈ ആണ്. എടുത്ത് ആ ഡൈയെ അലുമിനിയത്തിലുണ്ടാക്കിയ ഡൈയെ ചൂടാക്കിയിട്ടായിരിക്കും അതിൻ്റെ അകത്തേക്ക്, ആ ഡൈയുടെ അകത്തേക്ക് ഈ റോ എക്സ്പാൻഡബിൾ പോളിസ്റ്ററൈൻ ബെഡ്സ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ചെറിയ ചെറിയ തരികൾ, എക്സ്പാൻഡബിൾ പോളിസ്റ്ററൈൻ്റെ ചെറിയ ചെറിയ തരികൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ പോളിസ്റ്ററൈൻ ബെഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് 5 to 7% പെൻറ്റെയിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസും കൂടെ ഉണ്ട്. അതൊരു ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള ഹൈഡ്രോ കാർബണാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു മെറ്റീരിയലിൽ ഹീറ്റ് കോണ്ടാക്റ്റിൽ വരും. അപ്പോൾ ഇങ്ങനെ മെറ്റീരിയലിനെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന ഡൈയിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അപ്പം അങ്ങനെ ചൂടാക്കിയിരിക്കുന്ന ഡൈയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകും. ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കാരണം അത് ഡീകമ്പോസ് ചെയ്ത് ഒരു സോളിഡ് പാർട്ടിക്കിളായിട്ട് അങ്ങ് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ചെറിയ ചെറിയ തരികളായിട്ടാണ് ആ ക്യാവിറ്റിയിലോ ഈ അലുമിനിയം കൊണ്ടുണ്ടാക്കിയ ഡൈയിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡൈ എന്ന് പറഞ്ഞാൽ ആൾറെഡി ചൂടാണ്. അപ്പോൾ ഹീറ്റുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പം ഈ ബെഡ്സ് കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ച് അതങ്ങ് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആയിട്ടാണ് അത് എക്സ്പാൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഇതുപോലെ തന്നെ തെർമോകോൾ പോലെയൊക്കെ ഒരു സോളിഡ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആയിട്ടാണ് അത് എക്സ്പാൻഡ് ചെയ്യുന്നത്. അങ്ങനെ സോളിഡ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് അത് ആ ഡൈയുടെ ക്യാവിറ്റിയുടെ ഷേപ്പ് അത് അറ്റൈൻ ചെയ്യും. കാരണം ഡൈക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിലുള്ള ക്യാവിറ്റിയുള്ള ഡൈ ആയിരിക്കും അതിലുള്ളത്. അപ്പോൾ അതിലോട്ടാണ് ഈ പോളിസ്റ്ററിൻ്റെ ബെഡ്സ് ഇട്ട് കൊടുത്തിട്ട് ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൾറെഡി ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ആ ഡൈ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഹീറ്റ് ചെയ്ത ഡൈയിലോട്ടാണ് ഈ ബെഡ്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുക കാരണം അത് എക്സ്പാൻഡ് ചെയ്യും, ഒരു സോളിഡ് ഫോമിൽ അത് എക്സ്പാൻഡ് ചെയ്ത് ഈ ഡൈ ക്യാവിറ്റിയുടെ ഷേപ്പ് അത് അറ്റൈൻ ചെയ്യും. അങ്ങനെ ഡൈ ക്യാവിറ്റിയുടെ ഷേപ്പ് അറ്റൈൻ ചെയ്തതിന് ശേഷം അതിനെ പിന്നെയും ചൂടാക്കും. ഈ ഡൈയെ പിന്നെയും ചൂടാക്കുമ്പോഴേക്കും ഈ സോളിഡ് എക്സ്പാൻഡ് ആയിരിക്കുന്ന ആ സോളിഡ് ആ ഒരു സബ്സ്റ്റൻസ് പിന്നെയും ഹീറ്റ് ചെയ്യുമ്പം അതിൻ്റെ സ്ട്രെങ്ത് പിന്നെയും ഒന്ന് ഇൻക്രീസ് ആകും, ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ആകും. അങ്ങനെ ചൂടാക്കിയതിന് ശേഷം ഈ ഡൈയെ പിന്നെ ഒന്നും കൂടെ ചൂടാക്കി ഇതിൻ്റെ അകത്തുള്ള എക്സ്പാൻഡ് ചെയ്ത ആ സോളിഡ് ഫോമിലുള്ള ആ ഒരു പാർട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കുമ്പോഴേക്കും സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് അത് അറ്റൈൻ ചെയ്യും. അതിനുശേഷം ആ ഡൈയെ തണുപ്പിക്കും. അങ്ങനെ ഡൈ കൂൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഡൈ ഓപ്പൺ ചെയ്തിട്ട് ഈ പാറ്റേണിനെ പുറത്തെടുക്കുക. അതായത് ഈ പാർട്ടിനെ ആ ക്യാവിറ്റിയിൽ നിന്ന് പുറത്തോട്ടെടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാറ്റേണിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർഫസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ സ്മൂത്ത് സർഫസ് ഫിനിഷുള്ള ഒരു സർഫസ് ആയിരിക്കും ഈ പാറ്റേണിനുള്ളത്. വളരെ ഹൈ സർഫസ് ഫിനിഷ് ഉണ്ടായിരിക്കും, ഹൈലി ഡയമെൻഷണൽ ആക്യുറസി വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഈ പാറ്റേണുണ്ട്. പാറ്റേണിൻ്റെ സർഫസ് എല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും, ഡയമെൻഷൻസ് എല്ലാം വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും ഈ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പാറ്റേണിൻ്റെ ഭാഗമായിട്ട് തന്നെ റൈസറും സ്ക്രൂ പിന്നും അങ്ങനത്തെ കമ്പോണൻസ് എല്ലാം പാറ്റേണിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത പാറ്റേണിൻ്റെ മുകളിൽ ഈ വാട്ടർ ബേസ്ഡ് റീഫാക്ടറി സ്ലറി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കും. അതായത് അതിൻ്റെ ചൂടൊന്ന് ചെറിയ ചൂട്, അതായത് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് വിസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ നോർമലുള്ള അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ കാരണം തന്നെ ഇത് വേപ്പറൈസ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അതിൻ്റെ പുറത്ത് ഒരു ചെറുതായിട്ട് വാട്ടർ ബേസ്ഡ് റീഫാക്ടറി സ്ലറി കൊണ്ടൊരു കോട്ടിങ് ഇതിൽ കൊടുക്കും. ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. കോട്ടിങ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിനൊന്ന് ഉണങ്ങാൻ വയ്ക്കും. എന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് മൗൾഡ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പാറ്റേൺ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടി അലുമിനിയത്തിൽ ഉണ്ടാക്കിയ ഒരു ഡൈ ഉണ്ടായിരിക്കും. അതിനെ ആൾറെഡി ചൂടാക്കിയ ഡൈയിലോട്ട് നമ്മൾ ഈ പോളിസ്റ്റെറൈൻ, എക്സ്പാൻഡബിൾ പോളിസ്റ്റെറൈൻ്റെ ചെറിയ ബെഡ്സ്, അതായത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ തരികൾ ഇട്ട് കൊടുക്കും. അപ്പം ആ ഒരു ഹീറ്റ് കാരണം അതൊരു സോളിഡായിട്ട്, കെമിക്കൽ റിയാക്ഷൻ കാരണം ഒരു സോളിഡായിട്ട് തന്നെ അതങ്ങ് എക്സ്പാൻഡ് ചെയ്യും. സോളിഡായിട്ട് എക്സ്പാൻഡ് ചെയ്ത് ആ ക്യാവിറ്റി, ആ ഡൈ ക്യാവിറ്റിയുടെ ആ ഒരു ഷേപ്പ് അത് അറ്റൈൻ ചെയ്യും. എന്നിട്ട് ആ ഡൈ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ആ സോളിഡ്, എക്സ്പാൻഡ് ചെയ്ത ആ സോളിഡിന് കുറച്ചും കൂടെ സ്ട്രെങ്ത് കൊടുക്കും. എന്നിട്ട് ആ ഡൈയെ തണുപ്പിക്കും. എന്നിട്ട് ഡൈ ഓപ്പൺ ചെയ്ത് ആ പാറ്റേണിനെ പുറത്തെടുക്കും. എന്നിട്ട് വാട്ടർ ബേസ്ഡ് റീഫാക്ടറി സ്ലറി കൊണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്യും, ഒരു കോട്ടിങ് അതിൽ കൊടുക്കും. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള ടെമ്പറേച്ചർ കാരണം ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കോട്ടിങ് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെ ഉണക്കിയെടുക്കും. അതിന് ശേഷമായിരിക്കും അത് വെച്ചിട്ട് മൗൾഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഇതിൽ ഉപയോഗിക്കുന്ന മൗൾഡ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബോക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ ബോക്സാണ്. അതിൽ കോപ്പും ഡ്രാഗും എന്നീ മൗൾഡിങ് ബോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റ വലിയൊരു ബോക്സിനാണ് ഉപയോഗിക്കുന്നത്. അതിൽ പാർട്ടിങ് ലൈൻ്റെ ഒന്നും ആവശ്യമില്ല. അതിൽ ഗേറ്റ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടയോ അല്ലെങ്കിൽ റൈസർ പിന്ന് വയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല. കാരണം അങ്ങനത്തെ കമ്പോണൻസ് എല്ലാം ഈ പാറ്റേണിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അതിൽ ആക്ച്വലായിട്ടുള്ള മൗൾഡിങ് സാൻഡ് തന്നെ ഫില്ല് ചെയ്യണമെന്നുമില്ല. വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാൻഡ് ഉപയോഗിച്ച് ഈ ഒരു മൗൾഡ് ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പാറ്റേൺ ഈ മൗൾഡിങ് ഫ്ലാസ്കിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് സാൻഡ് ഫില്ല് ചെയ്ത് ഒരു മൗൾഡ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കും. മൗൾഡ് ക്യാവിറ്റി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് ഈ ഒരു പാറ്റേണിനെ റിമൂവ് ചെയ്യത്തില്ല. പാറ്റേൺ അങ്ങനെ ആ മൗൾഡിൻ്റെ അകത്ത് ആ പാറ്റേൺ അങ്ങനെ തന്നെ വെച്ചിരിക്കും. എന്നിട്ട് ഈ മോൾട്ടൺ മെറ്റലിനെ, വളരെ ഹൈ ടെമ്പറേച്ചറിൽ മെറ്റീരിയലിനെ ചൂടാക്കി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്ന അനുസരിച്ച്, അതായത് പാറ്റേണിൻ്റെ സർഫസിൽ ആ മോൾട്ടൺ മെറ്റൽ വീഴുന്നതനുസരിച്ച് ആ പാറ്റേണിൻ്റെ സർഫസ് ഇവാപ്പറേറ്റ് ചെയ്തങ്ങ് പൊയ്ക്കോളും. അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയലാണ് ഈ പോളിസ്റ്റെറൈൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഈ മോൾട്ടൺ മെറ്റൽ അകത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ അകത്തോട്ട് ഇറങ്ങി ഈ മൗൾഡ് ക്യാവിറ്റിയും ഫില്ല് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ ഈ മോൾട്ടൺ മെറ്റൽ ഇങ്ങനെ വരുന്നതനുസരിച്ച് ഈ പോർഷനിലുള്ള ആ മെറ്റീരിയൽ ഇവാപ്പറേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവാപ്പറേറ്റ് ചെയ്ത് ഈ മണ്ണിലോട്ട് തന്നെ, ഈ മൗൾഡിങ് സാൻഡിലോ അകത്തോട്ട് തന്നെ ആ ഗ്യാസസ് കയറി അങ്ങ് പുറത്തോട്ടങ്ങ് പൊയ്ക്കോളും. അങ്ങനെ ഈ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതനുസരിച്ച് ഈ മൗൾഡ് ക്യാവിറ്റി ഫില്ല് ചെയ്ത് അത് കയറി അങ്ങ് വന്നോളും. അപ്പോൾ അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഫില്ലായി കഴിഞ്ഞതിന് ശേഷം അത് തണുപ്പിക്കാൻ വയ്ക്കുന്നു. എന്നിട്ട് സോൾട്ടിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ മൗൾഡിനെ തല്ലിപ്പൊട്ടിച്ച് നമുക്ക് ആ കാസ്റ്റിങ്ങിനെ പുറത്തെടുക്കാം. അപ്പോൾ അങ്ങനെ പുറത്തെടുക്കുന്ന കാസ്റ്റിങ്ങിന് ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ വളരെ ഹൈ സർഫസ് ഫിനിഷ് ഉണ്ടായിരിക്കും, വളരെ ഡയമെൻഷനലി വളരെ ആക്യുറേറ്റ് ആയിരിക്കും. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് അതിന് കാണും. പിന്നെ അതിൽ വേറെ വർക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു പോർഷനും ഈ റൈസർ പിന്നിൻ്റെ ഈ പോർഷനും പിന്നെ ഈ ഒരു പോർഷനും ഒക്കെ കട്ട് ചെയ്ത് ആ ഭാഗം മാത്രം ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം എന്ന ജോലി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ ലേബർ വർക്ക് ഒരുപാട് കുറഞ്ഞു എന്ന് തന്നെ പറയാം. ഈ മാനുവലായിട്ട് ഗേറ്റ് കട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ റൈസർ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം മാത്രമല്ല സർഫസൊക്കെ വളരെ ഹൈ സർഫസ് ഫിനിഷിലായിരിക്കും, ഡയമെൻഷനലി കറക്റ്റ് ആക്യുറസിയൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പിന്നെ ഈ കാസ്റ്റിംഗ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളതിനെ വേറെ മെഷീനിങ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ഗ്രൈൻഡിങ് ഒക്കെ ചെയ്ത് ഡയമെൻഷൻ ആക്യുറസി അറ്റൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഓട്ടോമേറ്റഡ് ആക്കാനൊക്കെ, ഈ പ്രോസസ്സ് എല്ലാം ഓട്ടോമേറ്റഡ് ആക്കാനൊക്കെ. ലേബറിൻ്റെ വർക്ക് തന്നെ വേണമെന്നില്ല, മെഷീൻ ഉപയോഗിച്ച് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്. മാത്രമല്ല ഈ വളരെ ഹൈ ടെമ്പറേച്ചറുള്ള മെറ്റീരിയലൊക്കെ ഉപയോഗിച്ച് കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം എന്ത് മെറ്റീരിയലാണോ ഉപയോഗിക്കുന്നത് ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഫെറസ് മെറ്റൽ ആയിരുന്നാലും നോൺ ഫെറസ് മെറ്റൽസ് ആയിരുന്നാലും അതൊക്കെ ഉപയോഗിച്ച് കാസ്റ്റിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ പ്രോസസ്സ് നമുക്ക് ഉപയോഗിക്കാനൊക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഈ പ്ലാസ്റ്റർ മൗൾഡിങ്ങിലും ഷെൽ മൗൾഡിങ്ങിലൊക്കെ ആണെങ്കിൽ വളരെ ഹൈ ടെമ്പറേച്ചർ, ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റീരിയൽസ് ഉള്ള കാസ്റ്റിംഗ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല. വളരെ ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റൽസിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ ലിമിറ്റേഷൻ എന്തെന്ന് പറഞ്ഞാൽ പാറ്റേൺ എന്ന് പറയുന്നത് സിംഗിൾ യൂസിനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ തവണയും പുതിയ പാറ്റേൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പാറ്റേൺ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം ആ ഡൈയെ ആദ്യം ഒന്ന് ഹീറ്റ് ചെയ്യണം, എന്നിട്ട് അതിലോട്ട് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആ ഡൈയെ ഒന്ന് ഹീറ്റ് ചെയ്യണം, എന്നിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഡൈ ഓപ്പൺ ചെയ്താണ് പാറ്റേൺ പുറത്തിറങ്ങുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അഡീഷണലായിട്ട് ഈ പാറ്റേൺ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു കുറച്ച് വർക്കും കൂടെ ഈ ഒരു പ്രോസസ്സിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം 10,000 കാസ്റ്റിങ്സ് ഉണ്ടാക്കണമെങ്കിൽ 10,000 പാറ്റേൺസും ഇവിടെ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അതിനുവേണ്ടി കുറച്ച് എക്സ്ട്രാ ടൈം ആൻഡ് എഫേർട്ട് ഇതിന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആക്യുറസിയുള്ള കാസ്റ്റിംഗ് ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിന് പാറ്റേൺ അലവൻസ് ഒക്കെ വളരെ കുറച്ച് മതി. അധികം പാറ്റേൺ അലവൻസിൻ്റെ തന്നെ ആവശ്യമില്ല. കാരണം വളരെ ഡയമെൻഷണൽ ആക്യുറസിയുള്ള കാസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇവാപ്പറേറ്റീവ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവാപ്പറേറ്റീവ് എന്ന് പറയാൻ കാര്യം പാറ്റേൺ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ടാണ് അതിന് ഇവാപ്പറേറ്റീവ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പാറ്റേണിനെ നമ്മൾ മൗൾഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്നില്ല. പാറ്റേൺ മൗൾഡിൻ്റെ അകത്ത് ഇരിക്കെ തന്നെ നമ്മൾ മോൾട്ടൺ മെറ്റൽ ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോൾ മോൾട്ടൺ മെറ്റൽ ടച്ച് ചെയ്യുന്നതനുസരിച്ച് ഈ പാറ്റേൺ ഇവാപ്പറേറ്റ് ചെയ്തു പോകും. അങ്ങനെ ഒരു മെറ്റീരിയലാണ് ഈ പോളിസ്റ്റെറൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ്
ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. എക്സാമിന് ഇതിന് ചോദിക്കുമ്പോൾ ആദ്യം പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. പാറ്റേൺ ഉണ്ടാക്കുന്നത് മുതലുള്ള പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. ടെക്സ്റ്റിലുണ്ട്. പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഒരു 7-8 അഡ്വാൻറ്റേജസും 3-4 ലിമിറ്റേഷൻസും കൂടെ. ഞാൻ പറഞ്ഞ അഡ്വാൻറ്റേജസ് മാത്രമല്ല, അഡീഷണൽ ആയിട്ട് പിന്നെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസും ഒക്കെ എഴുതി വയ്ക്കുക. പിന്നെ ഈ ഫിഗറും കൂടെ വരച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവാപറേറ്റീവ് മൗൾഡ് കാസ്റ്റിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു അഡ്വാൻസ് ആയിട്ടുള്ള കാസ്റ്റിംഗ് മെത്തേഡിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.